എല്ലാവർക്കും ഫിഷ് ഓൺ റീൽസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഇന്ന് വരാലടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മളടുത്തുള്ളൊരു പാടത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രോഗ് കാണിച്ചില്ല, ഇത് കണ്ട, ഇത് ബ്രാവോയുടെ ഹങ്സ എന്ന് പറയുന്ന ഫ്രോഗാണ്. അതാണ് നമ്മൾ ഇന്ന് വരാലടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ദിവസമായിട്ട് നമുക്ക് വരാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ അടിപൊളിയായിട്ട് വരാൽ പിടിക്കുക എന്നുള്ള ഉറപ്പിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് കിടക്കാം. ബാ. ചാ നൈസ് വരാൻ. എൻ്റെ മോനെ, കാച്ചം വരാല്. ഇതേ എങ്ങനെ ഉണ്ടെന്ന് പറ. എൻ്റെ മോനെ കിട്ടിലും വരാലാണ് കഴിച്ചടിച്ചത്. രക്ഷയില്ലാത്തവരാ വെച്ചാൽ രക്ഷയില്ലാത്ത വരാനാണിത്. നമ്മുടെ ഫ്രോഗ് ഇരിക്കുന്ന ഇരിപ്പുണ്ട് അവൻ്റെ വായിൽ. നമ്മൾ ബ്രാവോയുടെ ഹങ്സയാണ് യൂസ് ചെയ്തത്. സോദരൻ നോക്കി എന്താ അടിച്ചതെന്നുണ്ടോ, അവൻ്റെ കിട്ടിലും വരാല് ഗൈസ്. നല്ലപോലെ ഒന്ന് കാണിച്ചു തരാവേ എൻ്റെ മോനെ. ഇത് കണ്ട, എൻ്റെ കാലിൻ്റെ നീളമായിട്ടൊന്ന് നോക്കിയത് ഇത്ര ഉണ്ട്, ഇത്ര ലെങ്ത് ഉണ്ട് സാധനം. എന്ത് വരാലാന്ന് നോക്കിയത് ഗൈസ്. ഇപ്പോൾ നമുക്ക് അടിച്ചത് കുറച്ച് നേരമായിട്ട് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അവൻ കയറുന്നില്ലായിരുന്നു. പക്ഷെ അടിച്ചടി അത് കീറിനടിയാണ് അടിച്ചത്. അത് കിട്ടില്ല ഫൈറ്റായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എൻ്റെ മോനെ. കിട്ടില്ല സാധനം കേട്ടോ. ഒരു രക്ഷയില്ല. എന്ത് ഊരാന്ന് നോക്കി ഈ മീന്. ഗ്രിപ്പർ ഓൾറെഡി കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മീൻ അടിച്ചിട്ട് നമ്മുടെ ഈ ഗ്രിപ്പ് പറഞ്ഞ് ഈ അവസ്ഥയിൽ പോയായിരുന്നു. കാരണം അത്രയും ഫൈറ്റാണ് ഇപ്പോഴത്തെ നിലവിലുള്ള മീനുകൾ തന്നുകൊണ്ടിരിക്കണേ. നിങ്ങളിതൊന്ന് നോക്കിക്കേ, ഫ്രോഗ് വെച്ചിരിക്കുന്ന പരുവം കണ്ടവന്മാർ. ഇത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബ്രാവോയുടെ ഫ്രോഗ് വെച്ചിട്ട് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയാൽ നമുക്ക് അത്യാവശ്യം മീനടിച്ച് കയറുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇത് ഹങ്സ എന്ന് പറയുന്ന മോഡലാണ്. ഇത് കണ്ടോ, സ്പിന്നറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന അത്യാവശ്യം ഏകദേശം ഈ ഒരു ലെങ്തേ ഉള്ളൂ. ഇത്രയും ചെറിയൊരു ഫ്രോഗാണ്. നമ്മൾ വരാലടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. എന്നാ ഒരു മുതലടിച്ചിരിക്കുന്നതെന്ന് നോക്കിയ ഗൈസ്, ഒരു രക്ഷയില്ലത്. ലെങ്ത് കാണിച്ചിട്ട് ഇത് കണ്ട, എൻ്റെ കൈയുടെ അവിടുന്ന് എൻ്റെ ഈ മുട്ട് കൈക്ക് മുകളിൽ, അതായത് ഈ മസിലിൻ്റെ ഇവിടം വരെ ഏകദേശം ലെങ്തുള്ള നല്ല കീറിനൊരു നാടൻ വരാലാണ് അടിച്ച് കയറിയിരിക്കുന്നത്. മീനെടുത്ത് നമ്മൾ കവറിലിട്ടിട്ടുണ്ട്. കണ്ടാ, നമ്മുടെ വരാൽ മര്യാദക്ക് കിടക്കുന്ന അത്രയും വലിപ്പമുണ്ട്. നമ്മൾ ബാഗ് കൊണ്ടുവന്ന് ബാഗിൻ്റെ അത് കിടക്കുമെന്ന് കണ്ടറിയണം. എന്തായാലും സ്റ്റാർട്ടിങ് കൊള്ളാം. നമ്മൾ തുടക്കത്തിൽ നമുക്ക് അടിച്ച് കയറിയിരിക്കുന്ന വരാൽ അടിപൊളി. എൻ്റെ പൊന്നടാവേ, ഇതിനകത്ത് വെക്കാൻ പാടാണ്. എന്നാലും നോക്കട്ടെ ഗൈസ്, ഇങ്ങനെയെങ്കിലും ഒന്ന് മടക്കി വെച്ചേക്കട്ടെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാശ് ചെയ്യാൻ പാടാണ്. ഓക്കെ, മീൻ സെറ്റായിട്ടുണ്ട്. പ്ലെയർ നമ്മളകത്ത് വെക്കുന്നില്ല, വലിയ തന്നെ വെച്ചേക്കുക, ആവശ്യം വരും. ഓക്കെ, നമ്മുടെ റെയില് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ, നമ്മുടെ ഫ്രോഗ് നമ്മളെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. നമുക്കറിഞ്ഞ് നോക്കാം. ഓക്കെ,
അടിച്ച് ഗൈസ്, അടിച്ച് ഗൈസ്, അതടിച്ച് എൻ്റെ മോനെ. യെസ് 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 യെസ്. എങ്ങനെയുണ്ട്? അട്ടത്ത് നല്ല കീറ സാധനം അടിച്ച് കയറിയിരിക്കുന്ന, നേരത്തെ അടിച്ചതിൻ്റെ അത്രയും തന്നെ വലിപ്പം ഉണ്ടെന്നുള്ള കാര്യം ഷൂറാണ്. ഓഹ്, കണ്ട ബ്രാവോയുടെ ഹങ്സ അതിൻ്റെ തന്നെയാണ് മീൻ കയറിയിരിക്കണേ. നല്ലപോലെ ഒന്ന് അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബ്രാവോയുടെ ഹങ്സൊക്കെ അടിച്ച് കയറിയിരിക്കുന്ന നല്ല കിടില മീൻ, രണ്ടാമത്തെ മീൻ. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല വലിപ്പമുള്ള മീനെ, രണ്ടാമത്തെ മീന. ഓഹ്, അടിപൊളി. ഞാനൊന്ന് ഗ്രിപ്പർ ഇട്ടിട്ട് ഞാൻ നല്ലതൊന്ന് കാണിച്ചു തരാവേ. ബ്രാവോയുടെ ഹങ്സ ഇത് കണ്ട. ഹുക്കപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹുക്കപ്പ് റേഷ്യോ ഉണ്ട്. രണ്ട് സൈഡിൽ നല്ല അടിപൊളിയായിട്ട് ഹുക്ക് കയറിയിട്ടുണ്ട്. നല്ല കിടില മീനാണ് നമുക്ക് അടിച്ച് കയറിയിരിക്കുന്നത്. ഓഹ്, ഒരു രക്ഷയില്ല കേട്ടോ. നേരത്തെ അടിച്ചതിൻ്റെ അത്രയൊക്കെ തന്നെ സൈസുള്ള നല്ല കിടില മീൻ. എങ്ങനെയുണ്ട് സാധനം? ഫ്രോഗ് കണ്ട, ഒരു രക്ഷയില്ല. നമ്മൾ ആ ബ്ലൂവും വൈറ്റുമായിട്ട് ഷെയ്ഡ്സ് വരുന്ന സാധനമാണ് എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി ആക്ഷനാണ്, ഒരു രക്ഷയില്ലാത്ത ആക്ഷനാണ്. കണ്ടോ? ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഹുക്ക് റിമൂവ് ചെയ്യാം, എന്നിട്ട് അടുത്ത കാസ്റ്റിംഗ് ചെയ്യാം. ഇത് കണ്ട, പക്കയായിട്ട് ഹുക്കായിട്ടുണ്ട്. കിടില ഹുക്കപ്പ് വരുന്നത്. കാരണം മേൽ ചുണ്ടി തന്നെ നല്ല പക്കയായിട്ട് മീനടിച്ച് കയറിയിട്ടുണ്ട്. വരുന്നില്ല. കാരണം ആക്ച്വലി ഒരു ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഹുക്ക് വരരുത്, എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഹുക്ക് സീറ്റായിട്ടിരിക്കത്തുള്ളൂ. മീൻ നമുക്ക് പോകാനുള്ള ചാൻസസ് കുറവാണ്. ഇത് കണ്ട, ഇങ്ങനെ ഹുക്ക് തെളിഞ്ഞ് വരും. നേരെ ഒന്ന് തിരിക്കുക, പരിപാടി കഴിഞ്ഞ്. കണ്ടോ? നല്ല കിടിലം ഫ്രോഗാണ്, ഒരു രക്ഷയില്ലാത്ത ഫ്രോഗാണ്. എല്ലാവരും വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. ഓക്കെ, നേരത്തെ കിട്ടിയ മീൻ നമ്മുടെ ഈ കവറിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇവനെ കൂടി നമ്മൾ ഇടുകയാണ്. അപ്പോൾ രണ്ടും ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം കണ്ടല്ലോ, ഇത്ര നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാസ്റ്റിംഗ് തുടങ്ങാം. ബാ. അടിച്ച് പുല്ലും ചേടാ കയറ്റിയടാ. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലിറ്റ്മ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഓഷ്യൻ സ്റ്റേജ് ഷോർകാസ്റ്റ് എന്ന് പറയുന്ന 7 ഫീറ്റ് സൈസ് റോഡാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹങ്സ എന്ന് പറയുന്ന ഫ്രോഗാണ്. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് അടിപൊളി 2 വരാൽ ഇന്നത്തെ ദിവസം അടിച്ചിട്ടുണ്ട്. കിടിലൻ സാധനം തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്ത നല്ലൊരു ഫിഷിങ്ങുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയെന്നൊക്കെ. അപ്പോൾ ബൈ ഫ്രം ഫിഷ് ഓൺ റീൽസ്.